ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ ഹിന്ദിയാണ്. പുതിയ പാഠപുസ്തകമാണ്. 2024 മാറിയ പുതിയ പാഠപുസ്തകം അടിസ്ഥാനമാക്കിയുള്ള ക്ലാസ്സുകളാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ 7ാം ക്ലാസ്സിൻ്റെ ഹിന്ദിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാ സബ്ജക്ട്സിൻ്റെയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് നമ്മുടെ ചാനലിലൂടെ ലഭ്യമായിരിക്കും. ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ അതുമായിട്ട് അനുബന്ധിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ടെസ്റ്റ് പേപ്പറിന് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ഓണം എക്സാം, ക്രിസ്മസ് എക്സാമിന് ബന്ധപ്പെട്ട മോഡൽ എക്സാമുകളെല്ലാം നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ആദ്യത്തെ യൂണിറ്റാണ്. ഇക്കായി ഏക് പ്യാർ എന്ന് പറയുന്ന ആദ്യത്തെ യൂണിറ്റാണ് നമ്മൾ നോക്കുന്നത്. ഗുദ് സേ പ്യാർ എന്നുള്ളതാണ് നമ്മുടെ പാഠത്തിൻ്റെ പേര്. ഗുദ് സേ പ്യാർ. ഗുദ് സേ പ്യാർ എന്ന് പറഞ്ഞാൽ സെൽഫ് ലവ് എന്ന് തന്നെയാണ് അർത്ഥം വരുന്നത്. ആദ്യം തന്നെ ഇക്കായി യൂണിറ്റ് 1 നമുക്കൊരു ചിത്രം തന്നിട്ടുണ്ട്. പ്യാർ, സ്നേഹം എന്നുള്ളതാണ് പ്യാർ എന്ന് പറഞ്ഞാൽ അർത്ഥം. അപ്പോൾ ആ ചിത്രം ഒരു മരമാണ്. മരത്തിൽ കുറേ എന്തുണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട് അല്ലെ, ഫലങ്ങളുണ്ട്. പക്ഷികളെ കാണാം നിങ്ങൾക്ക്, അതുപോലെ മങ്കീസ്, കുരങ്ങന്മാരെ കാണാം. താഴെ ഒരു ചെറിയൊരു പയ്യൻ നിന്നിട്ട്, ഒരു ബോയ് നിന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എന്തോ ആലോചിക്കുന്നുണ്ട്. അതിന് താഴെ നോക്കൂ നിങ്ങൾ, ആ വീണ് കിടക്കുന്ന ഫ്രൂട്ട്സ് എല്ലാം ഒരു സ്ത്രീയും ഒരു കുട്ടിയും കൂടി ചേർന്നിട്ട് കൂടയിലാക്കുന്നുണ്ട് അല്ലേ. അപ്പം ഇത്രയും നമുക്ക് ആ ചിത്രത്തിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്. എന്താണ് ആ ചോദ്യം? യഹ് ചിത്ര ആപ്സെ ക്യാ ബതാ രഹാ ഹേ. ഈ ചിത്രം നിങ്ങളോട് എന്താണ് പറയുന്നത്? അപ്പം അതിൻ്റെ ഉത്തരം നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ മലയാളത്തിൽ പറഞ്ഞതുപോലെ തന്നെയാണ്, അത് ഹിന്ദിയിലേക്ക് നമ്മൾ എഴുതിയാൽ മതി. यह पेड़ के महत्व का और विभिन्न जीव जंतुओं इस पर कैसे निर्भर है इसका चित्रण है. ഈ ചിത്രമേം പേഡ് ഫലവും സെ ബർ ഹെ. അതായത് മരത്തിൻ്റെ മഹത്വം അല്ലെ, മരത്തെ ചുറ്റിപ്പറ്റി ഒരുപാട് ജീവജാലങ്ങൾ, ജീവജന്തുക്കൾ നിൽക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് പറയുന്നു. അതുപോലെ തന്നെ ആ മരത്തിൽ ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട്, ഫ്രൂട്ട്സ് വെച്ച് നിറഞ്ഞൊരു മരം. അതുപോലെ ബന്ദർ ഫൽ ഗാക്കർ ഇസ്കി ടാലോം മീൻ ജൂൽ രഹേ ഹേ. അതിലൊരു കുരങ്ങൻ എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ നിന്നുള്ള ഫ്രൂട്ട്സ് കഴിച്ചുകൊണ്ട് എന്ത് ചെയ്യണു, ഫ്രൂട്ട്സ് കഴിച്ചുകൊണ്ട് എന്താ ചെയ്യുന്നത്, അങ്ങനെ മരത്തിൻ്റെ ചില്ലകളിൽ പിടിച്ച് ആടുന്നുണ്ട്. ചിടിയ ലോഗ് ബി ഫൽ ഗാ രഹേ ഹേ. അതുപോലെ പക്ഷികളും എന്ത് ചെയ്യുന്നുണ്ട്, പക്ഷികൾ അതിൻ്റെ ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ട് അല്ലെ, മനുഷ്യരും കഴിക്കുന്നുണ്ട്. പേട് കെ സാമനെ ഏക് ഔറത്ത് और एक लड़की फल चुनकर टोकरी में ले रही है. പിന്നെ അതേപോലെ തന്നെ ആ ഒരു മരത്തിൻ്റെ അടുത്ത് ഒരു ലേഡിയും ഒരു സ്ത്രീയും ഒരു കുട്ടിയും, ഒരു പെൺകുട്ടിയും ആ ഒരു ഫ്രൂട്ട്സ് എല്ലാം കളക്ട് ചെയ്ത് ശേഖരിച്ച് ഒരു കൂടയിലാക്കുന്നുണ്ട്. ബച്ച സോച്ച് രഹാ ഹൈ കി യേ പേട് ഹമേ ഫൽ ഫൂൽ ഛായ और सब कुछ देकर सबका प्यार कर रहे हैं. അപ്പോൾ ഒരു ആൺകുട്ടി ആലോചിച്ച് നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അല്ലേ. ആ ബോയ് എന്താ ചിന്തിക്കുന്നുണ്ടാവുക, ഈ മരം നമുക്ക് ഫൽ, ഫ്രൂട്ട്സ്, ഫുൽ, ഫ്ലവേഴ്സ്, ഛായ, ഷെയ്ഡ്, നിഴൽ, ഷെയ്ഡ് പറഞ്ഞാൽ നമുക്ക് തണൽ അല്ലേ, പിന്നെ എല്ലാം നമ്മൾക്ക് തരുന്നുണ്ട് അല്ലേ. സബ്കാ പ്യാർ കർ രഹേ ഹേ. എല്ലാവരെയും ഈ മരം സ്നേഹിക്കുന്നുണ്ട് എന്നാവാം ആ ബോയ് അവിടെ നിന്ന് ആലോചിക്കുന്നത്. അപ്പം നമുക്ക് ഗുദ് സേ പ്യാർ എന്ന് പറയുന്നത് ഒരു കവിതയാണ്. അപ്പോൾ ഈ കവിതയുടെ ആസ്വാദനം നമ്മൾ ഈ വീഡിയോൻ്റെ ഏറ്റവും ലാസ്റ്റ് നമ്മളിതിൽ ആസ്വാദനം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്രിസിയേഷൻ ആണിത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആദ്യം നമ്മൾ പോയം ഒരു തവണ വായിക്കുന്നു, പോയത്തിൻ്റെ മലയാളം പറയും, അതിനുശേഷം ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, അതിനുശേഷം ആക്ടിവിറ്റീസ്, അതിൻ്റെ ഉത്തരങ്ങൾ, ആസ്വാദനം, ഇങ്ങനെയാണ് ഇതിൽ വരിക കേട്ടോ. അപ്പോൾ ഗുദ് സേ പ്യാർ എന്ന് പറയുന്നത് ശോഭാനാഥ് യാദവിൻ്റെ കവിതയാണ്. കവിത നമുക്കൊന്ന് വായിക്കാം. സൂരജ് അപ്നി ആഗ് സെ ഇത്തനാ പ്യാർ കരേ കി വഹ് ദേ സകെ ആഗ് ദുനിയ കോ ഭി. സൂരജ് എന്താണ്, സൂര്യൻ അല്ലേ. സൂര്യൻ എന്താണ്, അപ്നെ ആഗ് എന്ന് പറയണത് അതിൻ്റെ തീ എന്ന് പറയുന്നു. സൂര്യൻ്റെ തീ, ആഗ് എന്ന് പറഞ്ഞാൽ തീയാണ്, ഫയർ, തീ തന്നെയാണ്. ഇത്തനാ പ്യാർ കരേക്കി വഹ് ദേ സകെ ആഗ് ദുനിയ കോ ഭി. അപ്പൊ എന്താണ്, സൂര്യൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തനാ പ്യാർ കരേക്കി, ഇത്രയും സ്നേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഇത്രയും സ്നേഹിക്കുന്നുണ്ട്. അത് അതിൻ്റെ ആഗ്, അതിൻ്റെ സൂര്യൻ്റെ ആ ഒരു കിരണങ്ങളെയാണ് ഇവിടെ ആഗെന്ന് പറയുന്നത്, തീ. അതിൻ്റെ ആ കിരണങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ആ തീ അതെന്ത് ചെയ്യുന്നു, ലോകത്തിന് നൽകുന്നു അല്ലേ. അപ്പം അത്രയധികം ഇഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ടല്ലേ ലോകത്തിന് നൽകുന്നത്, അതാണ് അവിടെ അർത്ഥം വരുന്നത്.
दरख्त अपने फूलों से इतना प्यार करे कि वह दे सके फूल दुनिया को भी. ദറക്ത് എന്താണ്? മരത്തിനെ തന്നെയാണ് നമ്മൾ ദറക്ത് എന്ന് പറയുക. ഒരു മരം അതിന്റെ പൂക്കളെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട് അല്ലെ. സൂര്യൻ അതിന്റെ തീ അത്രയധികം ഇമ്പോർട്ടന്റ് ആണ്. എന്നിട്ട് ആ ഒരു കിരണങ്ങളെ സൂര്യൻ നമുക്ക് തരുന്നു. അതേപോലെ തന്നെ ദറക്ത് എന്താണ്? ഒരു മരം അതിന്റെ പൂക്കളെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ അത് ആ പൂക്കളെ എന്ത് ചെയ്യുന്നുണ്ട്? ലോകത്തിന് നമുക്ക് നൽകുന്നുണ്ട് അല്ലെ, ലോകത്തിന് തരുന്നു. അടുത്തത് ബാദൽ. ബാദൽ മേഘമാണ്. ബാദൽ അപ്നെ ജൽ സെ ഇതനാ പ്യാർ കരേ കി വഹ് ദേ സക്കെ ജൽ ദുനിയാ കോ ഭി. ബാദൽ എന്താണ്? ബാദൽ അതിന്റെ, അതായത് മേഘങ്ങൾ അതിന്റെ വെള്ളം. മേഘങ്ങൾ കറുത്തിട്ടാണ് മഴ പെയ്യുന്നത്, നിങ്ങൾക്ക് അറിയാലോ അല്ലെ. അപ്പൊ മേഘങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ ജലത്തെ ഇത്രയധികം സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ അത് എന്ത് ചെയ്യുന്നു? ലോകത്തിന് കൂടെ ആ വെള്ളത്തെ നൽകുന്നുണ്ട് അല്ലെ. मैं खुद से इतना प्यार करूं कि, ഞാൻ സ്വയം ഇത്രയധികം സ്നേഹിക്കുന്നു അല്ലെ. ഇतना प्यार करूं कि दे सकूं प्यार दुनिया को भी. അപ്പോൾ ആ സ്നേഹം ഞാൻ എന്ത് ചെയ്യണു? ലോകത്തിനും കൂടി നൽകുകയാണ്. ഓക്കെ, ലോകത്തിനും സ്നേഹം നൽകാൻ കഴിയത്തക്ക വിധം ഞാൻ നൽകണം എന്നുള്ളതാണ് അവിടെ അർത്ഥം വരുന്നത്. അപ്പോൾ ഒരു സ്നേഹത്തെ കുറിച്ചിട്ടുള്ള ഒരു പോയട്രിയാണ്. നമുക്കിതിലൊരു 3 ചോദ്യങ്ങൾ ചെയ്യാനുണ്ട്. ആദ്യം നമുക്കത് നോക്കാം. എന്താ ആദ്യത്തെ ക്വസ്റ്റ്യൻ? വഹ് ദേ സക്കെ ആഗ്, യഹാ ആഗ് സെ ക്യാ മത്ലബ് ഹൈ. എന്താ അർത്ഥം? അവൻ അഗ്നി നൽകുന്നു. ഇവിടെ തീ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഇവിടെ തീ സൂര്യന്റെ കിരണങ്ങളാണ്. നമുക്ക് ഉത്തരങ്ങൾ നോക്കാം. യഹാ ആഗ് കാ മത്ലബ് സൂരജ് കി ഊർജ് ഔർ റോഷ്നി സേ ഹൈ. ഇവിടെ തീ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സൂരജ് ആണ്. സൂര്യന്റെ കിരണങ്ങളും സൂര്യന്റെ ഊർജവുമാണ്. നമുക്കറിയാം സൂര്യൻ ഇല്ലെങ്കിൽ, സൂര്യൻ എന്താണ്? സൺ ഇസ് ദ സോഴ്സ് ഓഫ് എനർജി നിങ്ങൾ പഠിച്ചിട്ടില്ലേ? സൂര്യനാണ് ഊർജത്തിന്റെ ഉറവിടം, ലോകത്തിന്റെ തന്നെ, ഭൂമിയുടെ തന്നെ കേട്ടോ. അടുത്ത ചോദ്യം, ദറക് സെ ആപ്നെ ക്യാ സംജ. ദറക് എന്ന് പറഞ്ഞാൽ മരമാണ്. അതിന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയതെന്നാണ് ചോദ്യം. ഉത്തരം ദറക് യാനി പേട്. ദറക് എന്ന് പറഞ്ഞാൽ മരം. പേട് ഹമേ ഫൂൽ ഫൽ ഛായ और താസി ഹവ ദേത്തെ ഹെ. മരം നമുക്ക് പഴങ്ങളും പൂക്കളും തണലും അതുപോലെ നല്ല കുളിർ കാറ്റും എല്ലാം നൽകുന്നു. കണ്ടോ, പൂക്കളും പഴങ്ങളും തണലും ശുദ്ധവായുവും നൽകുന്നു. അടുത്ത ചോദ്യം, ഖുദ് സെ പ്യാർ കർന സെ ക്യാ അർത്ഥ നിക്കൽത്താ ഹെ. സ്വയം സ്നേഹിക്കുക എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ്. ഉത്തരം ഖുദ് സെ പ്യാർ കർന മത്ലബ് അപ്നെ ആപ് സെ ഖുഷ് ഓർ സന്തുഷ്ട രഹന. ഖുദ് സെ പ്യാർ കർന എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സ്വയം സന്തുഷ്ടരാക്കി വെക്കുക, നമ്മൾ നമ്മളെ തന്നെ ഹാപ്പിയാക്കി വെക്കുക. हमें अपने आप को पसंद करना चाहिए और अपनी अच्छाइयों और कमजोरियों को स्वीकार करना चाहिए. നമുക്ക് നമ്മളെ തന്നെ നമ്മൾ ഇഷ്ടപ്പെടണം ആദ്യം. അതുപോലെ നമ്മളുടെ നല്ല വശവും ചീത്ത വശങ്ങളും, നമുക്ക് ഗുഡ് ക്വാളിറ്റീസും ഉണ്ടാവും, നമുക്ക് വൾണറബിലിറ്റീസും ഉണ്ടാവും അല്ലേ. അതെല്ലാം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. ഇതിൻ്റെ ശരിക്കുള്ള മലയാളം ഞാൻ പറഞ്ഞു തരാം. സ്വയം സ്നേഹിക്കുക എന്നതിനർത്ഥം സ്വയം സന്തോഷവും സംതൃപ്തിയും ആയിരിക്കുക എന്നാണ്. നാം നമ്മെ തന്നെ ഇഷ്ടപ്പെടുകയും നമ്മുടെ ശക്തിയും ബലഹീനതകളും അംഗീകരിക്കുകയും വേണം. അപ്പോൾ ഇതാണ് 3 ചോദ്യങ്ങൾ. 3 ചോദ്യത്തിൻ്റെയും ഉത്തരങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് ആക്ടിവിറ്റീസ് ആണ്, പ്രവർത്തനങ്ങൾ. അപ്പം നമുക്ക് നോക്കാം. ആദ്യം തന്നെ ജോഡേ ഓർ വാക്യ ലിഖേ എന്നാണ് നമുക്കവിടെ 4 ബോക്സുകളിലായി തന്നിരിക്കുന്നതിനെ യോജിപ്പിച്ചുകൊണ്ട് നമ്മൾ സെൻറ്റൻസസ് ക്രിയേറ്റ് ചെയ്യണം. ആദ്യ ബോക്സിൽ സൂരജ്, പേട്, ബാദൽ. സൂര്യൻ, മരം, മേഘം. ദുനിയാക്കോ, ദുനിയ ലോകത്തിന്. അടുത്തത് നോക്കൂ, പാനി, ഊർജ്, ഫൂൽ. വെള്ളം, ഊർജം. ഫൂൽ എന്താ? ഫ്ലവർ, പൂക്കൾ. ദേത്താ ഹെ നൽകുന്നു. അപ്പം നമുക്ക് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാം. सूरज दुनिया को ऊर्ज देता है, पेड़ दुनिया को फूल देता है, बादल दुनिया को पानी देता है. കണ്ടല്ലോ, സൂര്യൻ ലോകത്തിന് ഊർജം നൽകുന്നു. മരങ്ങൾ ലോകത്തിന് എന്താ നൽകുന്നത്? പൂക്കൾ നൽകുന്നു. മേഘങ്ങൾ എന്ത് നൽകുന്നു? ജലം, വെള്ളം നൽകുന്നു. പെഹ്ചാനെ ഓർ ലിഖേ എന്നാണ് തന്നിരിക്കുന്നത്. എന്തൊക്കെ എന്നുള്ളത് നോക്കിയിട്ട് ഒന്ന് എഴുതുക. ആദ്യത്തെ സൂര്യനാണ്, രണ്ടാമത്തെ പേടാണ്, മൂന്നാമത്തെ ബാദലാണ്. അതൊന്ന് എഴുതാം. ആദ്യത്തെ സൂരജ്, സൂര്യൻ. ഫസ്റ്റത്തെ സൂരജ് ആണ്, രണ്ടാമത്തെ പേട് മരം, മൂന്നാമത്തെ ബാദൽ മരം.
സോറി, ബാദൽ മരമല്ല, ബാദൽ മേഘമാണ് കേട്ടോ. മേഘം. ഓക്കെ. ആശയ പഠേ ഓർ പങ്ക്തിയാം ഡൂണ്ടേ എന്നാണ്. തന്നിരിക്കുന്ന ആശയങ്ങൾ വായിക്കുക, അതുമായിട്ട് ബന്ധപ്പെടുന്ന വരികൾ നമ്മുടെ പോയത്തിലുണ്ട്, അതെടുത്ത് എഴുതിയാൽ മാത്രം മതി. ആദ്യത്തെ വായിക്കാം. സൂരജ് അപ്നി ഊർജ സെ പ്യാർ കരേ ഓർ സംസാർ കോ ഊർജ പ്രദാൻ കരേൻ. സൂര്യൻ അതിൻ്റെ ഊർജത്തെ സ്നേഹിക്കുന്നു, അത് ലോകത്തിന് നൽകുന്നു. അതുമായി ബന്ധപ്പെടുന്ന വരികൾ ഇവയാണ്. സൂരജ് അപ്നി ആഗ് സെ ഇത്നാ പ്യാർ കരേ കി വ ദേ സകേ ആഗ് ദുനിയാ കോ ഭി. അടുത്ത സെന്റൻസ് ഇതാണ്. മേഘ അപ്നെ പാനി സെ പ്യാർ കരേ ഓർ പ്രകൃതി കെ പ്യാസ് ബുജായേ. മേഘങ്ങൾ അതിൻ്റെ ജലത്തെ സ്നേഹിക്കുന്നുണ്ട്, പ്രകൃതിയുടെ ദാഹം അകറ്റുന്നുണ്ട് വെള്ളം നൽകിക്കൊണ്ട്, അല്ലേ? അതുമായി ബന്ധപ്പെടുന്ന വരികളാണ്. ബാദൽ അപ്നെ ജൽ സെ ഇത്നാ പ്യാർ കരേ കി വ ദേ സകേ ജൽ ദുനിയാ കോ ഭി. അടുത്തതാണ്. ये दुनिया को कैसे प्यार करेंगे अपने विचार लिखें. അപ്പം നമുക്ക് സൂരജ്, പേഡ്, ബാദൽ, സൂര്യൻ, മരം, മേഘം, ഇതെങ്ങനെയാണ് ലോകത്തെ സ്നേഹിക്കുന്നത് എന്നുള്ളത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം സൂര്യൻ എന്തെല്ലാം നൽകുന്നു എന്നുള്ളത് എഴുതുക, മരങ്ങൾ എന്തെല്ലാം നൽകുന്നു ലോകത്തിന്, മേഘം എന്തെല്ലാം നൽകുന്നു എന്ന് എഴുതിയാൽ മാത്രം മതി. നമുക്ക് നോക്കാം. ആദ്യത്തെ സൂര്യനാണ് സൂരജ്. സൂരജ് ഹമേ പ്രകാശ് ദേത്താ ഹൈ. സൂരജ് ഹമേ ഊർജ ദേത്താ ഹെ. പ്രകാശം നൽകുന്നു, ഊർജം നൽകുന്നു. സൂരജ് ഹമേ താപ് ദേത്താ ഹെ. താപം നൽകുന്നു, ടെമ്പറേച്ചർ, താപം കേട്ടോ. അടുത്തത് പേഡ്, മരം. പേഡ് ഹമേ ഫൽ ദേത്താ ഹെ. ഫ്രൂട്ട്സ് നൽകുന്നു. പേഡ് ഹമേ ഫൂൽ ദേത്താ ഹെ. ഫൂൽ എന്താ? ഫ്ലവേഴ്സ് നൽകുന്നു, പൂക്കൾ. പേഡ് ഹമേ ഛായ ദേത്താ ഹെ എന്ന് മതി കേട്ടോ. തണൽ. അടുത്തത് ബാദലാണ്. ബാദൽ ഹമേ വർഷ ദേത്താ ഹെ. മഴ. ബാദൽ ഹമേ പാനി ദേത്താ ഹെ. വെള്ളം. ബാദൽ ഹമേ ശീതളത ദേത്താ ഹെ. ഏകദേശം മൂന്നും ഒരേ കാര്യം തന്നെയാണ്. തണുപ്പ്, അതുപോലെ തന്നെ വെള്ളം, മഴ എല്ലാം കണക്റ്റഡ് ആണ്. അപ്പം നമുക്ക് ഇങ്ങനെ ഇത് ഫില്ല് ചെയ്യാവുന്നതാണ്. അടുത്ത ചോദ്യം. താൾ ലയ്ക്ക് സാത്ത് കവിതാക്ക ആലാപ് കരേ. നിങ്ങൾ താളവും ലയവും ഒക്കെ വെച്ച് ഒരു ഈണത്തിൽ ഈ കവിത ഒന്ന് ആലപിക്കുക. ക്ലാസ്സിൽ പറയുമ്പോൾ നിങ്ങളൊന്ന് ആലപിക്കുക. ദെൻ കവിതാക്ക ആശയ ലിഖയാണ്, അതാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. കവിതയുടെ ആശയം അല്ലെങ്കിൽ അതിൻ്റെ ആസ്വാദനം എന്ന് നമുക്ക് പറയാം. ഇതിൻ്റെ ഉത്തരമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അടുത്തത് കവിതാക്ക് ആശയ്ക്ക് ആധാർ പർ ചിത്ര ഗീൻചെ എന്നാണ്. ചിത്രങ്ങൾ നിങ്ങൾ വരയ്ക്കുക, ഒട്ടിക്കുകയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അത് ക്ലാസ്സിൽ പറയുന്നതിനനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി. നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ഇതിൻ്റെ ആശയമാണ് അഥവാ ആസ്വാദനം. गुद से प्यार शोभनाथ यादव की सुंदर कविता है. इसमें प्यार के महत्व का वर्णन है. प्यार സ്നേഹത്തിനെ കുറിച്ചിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത്. സൂരജ് അപ്നി ആഗ് സെ പ്യാർ കർത്താ ഹെ. സൂര്യൻ അതിൻ്റെ ആഗ്, തീ അല്ലെങ്കിൽ കിരണത്തെ സ്നേഹിക്കുന്നു. ഉസി ആഗ് സെ പൂരി ദുനിയാക്കോ റോഷ്നി ഓർ ഊർജ ദേത്താ ഹെ. ആ തീ അല്ലെങ്കിൽ ആ കിരണമാണ് മൊത്തം ലോകത്തിന് എന്ത് നൽകുന്നത്? പ്രകാശം നൽകുന്നു, ഊർജം നൽകുന്നു. വൈസേ ഹി ദരഖ്ത്, അതേപോലെ പേഡ്, മരം, അതിൻ്റെ അപ്നെ ഫൂലോം സെ പ്യാർ കർത്താ ഹെ. അതിൻ്റെ പൂക്കളെ സ്നേഹിക്കുന്നു. ഓർ ദുനിയാക്കോ ഫൂൽ ദേത്താ ഹെ. എന്നിട്ടും അത് ലോകത്തിന് ആ പൂക്കളെ നൽകുന്നു. ബാദൽ അപ്നെ ജൽ സെ ഇതനാ പ്യാർ കർത്താ ഹെ കി വ സബ്കോ പാനി ദേക്കർ ജീവൻ ദാൻ കർത്താ ഹെ. മേഘങ്ങൾ അതിൻ്റെ ജലത്തെ അത്രയധികം സ്നേഹിക്കുന്നു, എന്നിരുന്നാലും അത് അതിൻ്റെ വെള്ളത്തെ എന്ത് ചെയ്യുന്നു? ലോകത്തിന് നൽകിക്കൊണ്ട് ജീവൻ പ്രദാനം ചെയ്യുന്നു. വെള്ളമില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല, അല്ലേ? इसी प्रकार हमें भी अपने आप से इतना प्रेम करके अपनी चीज से दूसरों की भलाई के लिए देना है. ഇതുപോലെ തന്നെ നമ്മൾ സ്വയം സ്നേഹിക്കുക, നമ്മൾ നമ്മളെ തന്നെ സ്വയം സ്നേഹിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? മറ്റുള്ളവർക്ക് കൂടി നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പോലെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയും ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ചെറിയൊരു ആസ്വാദനം. നിങ്ങൾക്കിത് വലുതാക്കി എഴുതാം. ഞാനിത് ചെറിയൊരു രീതിയിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഇനി ഇത് എഴുതിയ ആളാണ് ശോഭനാഥ് യാദവ്. ഇദ്ദേഹമാണ് ശോഭനാഥ് യാദവ്. ഉത്തർപ്രദേശിൽ ജനിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ കവിതകളെക്കുറിച്ചൊക്കെ അവിടെ പറയുന്നുണ്ട്, ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട്, ഡൗട്ട്സ് ഉണ്ട്, ഏതെങ്കിലും ക്ലാസ്സുകൾ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക, തുടർന്നും വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.